ഹലോ, എന്തായി സുഖമല്ലേ? ഇപ്പോൾ ഞങ്ങൾ ബിരിയാണി വെക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി നീരുള്ളി അരിയുന്നത് എൻ്റെ ബ്രദറിലാണ്. അവൻ നന്നായി അരിയുന്നുണ്ട്. അതിനിടയിൽ അമ്മ ഇപ്പോൾ വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടു കേട്ടോ. അതിൽ മസാലയൊക്കെ ഇട്ട് എന്താ കണ്ടോ ഈ പരുവത്തിലായി. പിന്നെ തക്കാളി, ഉള്ളി ഇതൊക്കെ അവൻ തന്നെ അരിയാണ്. നല്ല കുനുകുനാ അരിയാണ്. അവന് നല്ല ഇതിനൊക്കെ നല്ല സ്മാർട്ടാണ് കേട്ടോ അവൻ. അങ്ങനെ പിന്നെ അവനങ്ങനെ അരിയുന്നതിനിടയിൽ അമ്മ ബിരിയാണി അരി തീയിൽ വെച്ച് ഇതിങ്ങനെ ചെറുപൊടിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തു. അതിനുശേഷം അതിൽ ഏലക്ക, അതിൻ്റെ തന്നെ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് അരി തിളച്ച് വരണം, നല്ല വേവണം. അതിനിടയിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ മസാലയിലൊക്കെ കുളിച്ച് നല്ല സുന്ദരക്കുട്ടപ്പനായിരിക്കുന്ന ചിക്കൻ പീസ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ബിരിയാണി മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെ കുറേ മസാലയൊക്കെ ഇട്ടാണ് അത് റെഡിയാക്കുന്നത് കേട്ടോ. അതിനിടയിൽ ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ അവൻ നേരെ കച്ചമ്പറിന് വേണ്ട പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് കക്കരി എടുത്ത് ഇങ്ങനെ തൊലിയൊക്കെ ചെത്തി അതിന് നല്ല സുന്ദരക്കുട്ടപ്പനാക്കി ഇങ്ങനെ സൈഡൊക്കെ ചെത്തി കുനുകുനാന്ന് അരിഞ്ഞിട്ടു. ഞാൻ സഹായിക്കണമെന്ന് വെച്ചിട്ട് അമ്മ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നോട് വീഡിയോ എടുത്തോ, ഞാൻ അരിഞ്ഞോളാന്ന് പറഞ്ഞു. നല്ല അനിയനല്ലേ. ഇങ്ങനെ ചെറിയ 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 പീസായിട്ട് ഇങ്ങനെ ഇട്ട് അതിനിടയിൽ നമ്മളെ ചോറ് നല്ല വെന്ത് പാകത്തിന് വെന്ത് ഇങ്ങനെ നല്ല പരുവായിട്ടുണ്ട് കേട്ടോ. എന്നാലും അമ്മ പറഞ്ഞു കുറച്ച് സമയം കൂടെ കഴിയണം, എന്നാലേ കുറച്ച് നല്ല വേവാകുമെന്ന്. അതിനിടയിൽ നോക്കിയാൽ നമ്മളെ ചിക്കക്കുട്ടപ്പന്മാർ നോക്കിയാൽ എണ്ണയിലിങ്ങനെ തിളച്ച് നല്ല പരുവായിരിക്കുകയാണ്. കൊതിയാകുന്നുണ്ട് കാണുമ്പോൾ. ഉണ്ടോ, നല്ല ഫ്രൈ ആയിരിക്കുകയാണ്. അങ്ങനെ അത് വെന്തു നമ്മൾ പറഞ്ഞു. അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റുകയാണ്. ഇനിയും കുറച്ചും കൂടി ഉണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിനെല്ലാം മെല്ലെ കോരി മറ്റേ പാത്രത്തിലേക്ക് ഇട്ടു കേട്ടോ. അതിന് ശേഷം ഇനി ഫ്രൈ ചെയ്യാനുള്ള പീസസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടു. ഇനി അവന്മാരും ഒന്ന് എണ്ണയിൽ കുളിച്ച് വരട്ടെ അല്ലേ. അങ്ങനെ എല്ലാ പീസും അതിലേക്ക് ഇട്ടിട്ടായിട്ടോ. വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ, കണ്ടോ. അത് എണ്ണ എല്ലാ സൈഡിലും പറ്റാൻ വേണ്ടിയിട്ട് അമ്മ അതിനൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ എണ്ണ എല്ലായിടത്തും എത്തുമല്ലോ. പിന്നെ നമ്മൾ ചോറ് കണ്ടോ, ഇപ്പോൾ ഈ പരുവത്തിലായി നമ്മൾ ചോറ്. ഏകദേശം വേവിനോട് അടുത്തു വെന്തു കേട്ടോ, ശരിക്കും വെന്തു. എന്നാലും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒരു വേവ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അതിനെ പൊത്തി വെച്ചു. അതിനിടയിൽ നമ്മുടെ കച്ചമ്പറിൻ്റെ കക്കരി അരിഞ്ഞ് കഴിഞ്ഞ ശേഷം നേരെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളെ ചോറ് റെഡി ആയിട്ടോ, ശരിക്കും വെന്ത് കഴിഞ്ഞു. പിന്നെ അപ്പോൾ നമ്മൾ ചിക്കൻ എന്തായി, ഫ്രൈ ആയോ നോക്കണ്ടേ നമുക്ക്. അതും നല്ല പാകത്തിന് ഫ്രൈ ആയി എണ്ണയിൽ കുളിച്ച് നല്ല സുന്ദരക്കുട്ടപ്പനായി കഴിഞ്ഞു കേട്ടോ. ഇനി അതിനെ മെല്ലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാനുണ്ട്. അപ്പോൾ അതിന് ശേഷം അതും മാറ്റിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ കച്ചമ്പറിൻ്റെ പാകമായി. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. പാവം കേട്ടോ. അതിനൊക്കെ മല്ലിച്ചപ്പ് ഞാൻ കൊണ്ടുകൊടുത്തു. മല്ലിച്ചപ്പും അതിലേക്ക് വീണല്ലോ. അങ്ങനെ അതൊക്കെ കുനുകുനാ നല്ല ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചു കേട്ടോ. പിന്നെ തൈര് വേണമല്ലോ നമുക്ക്. ഞാൻ തൈര് എടുത്തിട്ട് വന്നു. അപ്പോഴത്തേക്കും അവനത് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ എല്ലാം. അങ്ങനെ നമ്മൾ അതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടു. എല്ലാം കൂടെ മിക്സാക്കി തക്കാളി ഇട്ടു, പച്ചമുളക്, നീരുള്ളി, തൈര്, മല്ലിച്ചപ്പ് എല്ലാം ഇട്ട് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതുപോലെ എല്ലാം ഇതുപോലെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മളെ കച്ചമ്പർ റെഡിയായി കഴിഞ്ഞു. തൈരും എല്ലാം ഉപ്പും എല്ലാം നന്നായി പറ്റി നല്ല കച്ചമ്പർ റെഡിയായി. ഇനി അടുത്ത പരിപാടി നോക്കാം. അതിനായി അമ്മ ഒരു വലിയ പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചു കേട്ടോ. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള നീരുള്ളി ഇട്ട് ബിരിയാണിയിലെ അപ്പോൾ മസാല വേണമല്ലോ. അപ്പോൾ അതിനുള്ള മസാല തയ്യാറാക്കാൻ പോവാണ്. ഇവിടെ നീരുള്ളി ഇട്ടു. അതിനുശേഷം നീരുള്ളി നന്നായിട്ട് വഴഞ്ഞു വരണം കേട്ടോ. അതിപ്പോൾ ഇട്ടത്രയല്ലേ, അപ്പോൾ നന്നായിട്ട് വഴഞ്ഞു വരണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കണം. അതിന് ശേഷം
കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഈ പരുവത്തിലായി. കുറച്ച് വെന്തു കേട്ടോ. ഇതുപോലെ ഇനിയും നന്നായിട്ട് വേവണം. ഉള്ളി ശരിക്കും വെന്തതിന് ശേഷം വഴഞ്ഞു വന്നതിന് ശേഷം ഇതാ കണ്ടോ തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് അത് നന്നായിട്ട് വെന്ത് വരണം. നല്ലൊരു പാകത്തിലാണ്. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച പേസ്റ്റ് അതിലേക്ക് ഇട്ടു അമ്മ. ഇഞ്ചി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പൊടികളാണ്. അതിലേക്ക് ചിക്കൻ മസാല, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ ഫ്രൈ മസാല, അങ്ങനെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അതിനാണ് കുരുമുളക് പൊടി കുറച്ചിട്ടു, കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വായിന്ന് വെള്ളം ഊറും അതുപോലത്തെ ഒരു മണം വരാൻ തുടങ്ങി. ഇതാ കളറൊക്കെ മാറി തുടങ്ങി കേട്ടോ. നമ്മൾ തക്കാളിയുടെയും നീരുള്ളിയുടെ ഒക്കെ കളർ നന്നായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ കണ്ടോ നല്ലൊരു മണമാണ് വരുന്നത്. നന്നായിട്ട് പൊടികളൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അടുത്ത് നമ്മൾ ചേർക്കുന്നത് മല്ലിച്ചപ്പാണ് കേട്ടോ. നമുക്ക് കുറച്ചധികം മല്ലിച്ചപ്പ് വേണം, എന്നാലേ ആ ഒരു മണം കംപ്ലീറ്റ് ആവൂ. ഇതാ കണ്ടോ ഇതിലേക്ക് നന്നായിട്ട് മല്ലിച്ചപ്പ് കുനുകുന അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി ഇടാം. ഉണ്ടോ ഇതുപോലെ ഇടണം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം എല്ലാ പീസസും അതിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഇട്ടതിന് ശേഷം പീസസ് എല്ലാം അതിലേക്ക് ഇട്ടതിന് ബാക്കി അതിലുള്ള എണ്ണയും അതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അമ്മ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതിനുശേഷം ഇതെങ്ങനെ ചോറുണ്ടല്ലോ, ചോറ് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി, കുറച്ച് ചോറ് മാറ്റി അതിലേക്ക് നമ്മളെ ചിക്കൻ പീസസ് മസാലയൊക്കെ ഇങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അങ്ങനെ ആ മസാലയൊക്കെ എടുത്ത് വേറെ റൈസിൻ്റെ മീത്തൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ ദമ്മിട്ട് വെക്കും. ഇപ്പോൾ കണ്ട് ഇതുപോലെ റൈസിൻ്റെ മേലെ നന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ദമ്മിട്ട് വെക്കും കേട്ടോ. അങ്ങനെ നമ്മളെ ബിരിയാണി റെഡിയായി. അത് ചെറിയ പാത്രമാണ്, ഞങ്ങൾ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. ഇതാ സ്വാദം നല്ല ടേസ്റ്റുള്ള ബിരിയാണി റെഡിയായി മക്കളെ.